പിന്നെ ഈ UAEക്ക് ഇപ്പോൾ വിസിറ്റ് വിസ വരുന്നതാണെങ്കിൽ ഇപ്പോൾ വിസിറ്റ് വിസാൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് മുമ്പ് കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ഇപ്പം അതൊക്കെ കുറച്ച് ഈസ് ചെയ്തിട്ടുണ്ട്. മുമ്പ് എന്ന് പറഞ്ഞാൽ വിസിറ്റിൽ വന്നാൽ ഇനിയിപ്പോൾ ജോലി അന്വേഷിച്ച് വരുന്നതാണെങ്കിൽ മുമ്പ് 2 മാസത്തെ വിസ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഷാർജ വിസ എടുത്ത് തിരിച്ചു വരണം. ഷാർജ വിസക്കാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ഈസ് ചെയ്തു അവർ. മുമ്പ് ഫ്ലൈ ദുബായിൻ്റെ വിസ ഉണ്ടായിരുന്നു ആദ്യം, പിന്നെ ഫ്ലൈ ദുബായ് വിസിറ്റ് വിസ കട്ട് ചെയ്തു. ഒരു 6 to 8 month പീരീഡ് അവർ ഇപ്പോൾ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ അത് റീ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ വിസിറ്റിൽ വരുന്ന ആൾക്കാർക്ക് എളുപ്പത്തിൽ വന്ന് 2 മാസം കഴിഞ്ഞ് വീണ്ടും വിസ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഫ്ലൈ ദുബായിൻ്റെ വിസിറ്റ് അവർ തരുന്നുണ്ട്. ഫ്ലൈ ദുബായ് പോയി എയർപോർട്ട് ചെയ്ത് റിട്ടേൺ തിരിച്ചു വരാം. അത് വലിയ പ്രോസസ്സല്ല, ചെറിയ പ്രോസസ്സാണ്. വിസ ഈവൻ വിത്തിൻ 24 hours വിസ അപ്രൂവൽ ആയി കിട്ടും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈസ് ചെയ്ത്. മുമ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു 6-7 മാസത്തേക്ക്. അപ്പോൾ അതും കോംപ്ലിക്കേഷൻ ഇപ്പോൾ ഒഴിവായി കിട്ടി. അപ്പോൾ ഇൻ കേസ് വിസിറ്റിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ സമയം ബെസ്റ്റ് സമയമാണ്. ഈസിയാണല്ലേ? പിന്നെ ജോലി അന്വേഷിച്ച് വരുന്നതാണെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ വരണം. UAEയിലേക്ക് വരുന്നതാണെങ്കിൽ വെൽ പ്രിപ്പയർഡ്. ഇനിയിപ്പോൾ എത്ര കുറച്ചുകൂടി എക്സ്പീരിയൻസ് ഒക്കെ നാട്ടിൽ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് ഇവിടെ വന്ന് കുറച്ച് CVs ഒക്കെ മോഡിഫൈ ചെയ്ത് പിന്നെ ഇൻ്റർവ്യൂസ് നല്ലോണം അറ്റൻഡ് ചെയ്യണം. ചെയ്താൽ നമുക്ക് ഇവിടുത്തെ ഇൻ്റർവ്യൂസ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടുത്തെ ഇൻ്റർവ്യൂസ് എങ്ങനെയാണ്, പിന്നെ ഇവിടെ ഇൻ്റർവ്യൂസിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് അവർ ചോദിക്കുക. അപ്പോൾ നമ്മൾ ഒരു 3 to 4 ഇൻ്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടും, ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് കിട്ടും. അപ്പോൾ അത് വെച്ച് നമുക്ക് പിന്നെ വരുന്ന ഇൻ്റർവ്യൂസൊക്കെ ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ വന്ന സമയത്ത് തന്നെ ജോലി കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ നാട്ടിൽ ഇങ്ങോട്ട് 4-5 റൗണ്ട്സ്, പിന്നെ കുറച്ച് 1 week സമയമൊക്കെ എടുക്കും അവർ റിസൾട്ട് പറയാനാ. അതിനുള്ള പേഷ്യൻസ് ഒക്കെ വേണം. പേഷ്യൻസ് മസ്റ്റാണ്. പേഷ്യൻസ് കുറേ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മളിവിടെ വന്നാൽ ഏതെങ്കിലും ഒരു ചെറിയ കമ്പനീസിൽ കയറിയാൽ പിന്നെ 1 year 2 year നമ്മളവിടെ പിടിച്ച് നിൽക്കണം. അവിടെ പിടിച്ച് നിന്നതിന് ശേഷം ഒരു 2 years ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേറെ ജോബ് ഹണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇവിടുത്തെ എക്സ്പീരിയൻസ് കൂടി വെച്ച് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസും കൂടി എടുത്താൽ പിന്നെ നമുക്ക് ജോലി കിട്ടാൻ അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇവിടുത്തെ എക്സ്പീരിയൻസ് നമുക്ക് കൂടുതൽ ഇൻ്റർവ്യൂസിലും ചോദിക്കുക UAE എക്സ്പീരിയൻസ് ഉണ്ടാവും, ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ. അപ്പോൾ UAE എക്സ്പീരിയൻസ് എടുത്ത് ഡ്രൈവിംഗ് ലൈസൻസ് സെറ്റ് ചെയ്താൽ പിന്നെ 2 വർഷം കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമുക്ക് വർഷങ്ങളിൽ ജോബ് ഹണ്ട് ചെയ്താൽ നമുക്ക് നല്ല പാക്കേജുള്ള ജോബ് കിട്ടാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. പിന്നെ ആദ്യം വരുമ്പോഴേക്ക് എക്സ്പെക്റ്റേഷൻ ഒന്നും വലിയ രീതിക്ക് വെച്ചിട്ട് വരാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ നമ്മുടെ എക്സ്പെക്റ്റേഷന് ഒത്ത് നമുക്കൊരു ജോബ് കിട്ടാണ്ടാകുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോകുന്ന സമയത്താണ് നമുക്ക് ഇവിടെ വിട്ട് പോകാനൊക്കെ തോന്നുന്നത്. അപ്പോൾ പേഷ്യൻസ് വേണം. എക്സ്പെക്റ്റേഷൻ വെരി ലോ ആയിട്ട് ഇവിടെ വന്നാൽ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന കാര്യമാണിത്. ഇതിപ്പോ മിക്കവാറും എല്ലാവരും ഈ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. എവറി ഡേ കുറേ ആൾക്കാർ വിസിറ്റിൽ വരുന്നുണ്ട് ജോലി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ കോമ്പറ്റീഷൻ ഉണ്ടാവും. അതെ, UAE ഒരു ഈസി സ്പേസ് ആയതുകൊണ്ട് നമുക്ക് വേറെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ പോകണമെങ്കിൽ കുറേ ഡോക്യുമെൻറ്റേഷനൊക്കെ വരും. പക്ഷേ UAEയിലേക്ക് വരികയാണെങ്കിൽ ചെറിയ ഡോക്യുമെൻറ്റേഷനാണ് വേണ്ടത്. ഇപ്പോൾ അവർ സ്ട്രിക്റ്റ് ആക്കിയതുകൊണ്ട് ഹോട്ടൽ സ്റ്റേ പിന്നെ ബാങ്ക് അക്കൗണ്ടൊക്കെ നമ്മൾ കാണിക്കേണ്ടി വരും. അത് കാണിച്ച് നമ്മളിവിടെ എത്തിയാൽ നമുക്ക് ജോബ് ഹണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റേഷന് വെരി ലോ വെച്ച് വന്നാൽ നമുക്ക് ഇവിടെ കുറച്ച് ദിവസം കൂടി പിടിച്ചേക്കാം. പിന്നെ അതേപോലെ അവരിവിടെ നോക്കുന്നത് റെഫറൻസിലുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് റെഫറൻസ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ വലിയ വലിയ കമ്പനീസിലുണ്ടെങ്കിൽ നമുക്ക് വേറെ റെഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.
പിന്നെ അതല്ലാണ്ട് നമുക്ക് റെഫറൻസ് ഇല്ല, നമ്മൾ പഠിച്ചതും കുറവാണെങ്കിൽ, നന്നായിട്ട് പഠിച്ചിട്ടില്ല, BCom BBM അങ്ങനത്തെ വലിയ വലിയ ഡിഗ്രീസൊക്കെ നമ്മൾ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് ചാലഞ്ചസ് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരും. ഇവന് ഡിഗ്രീസ് ഉള്ളവർ തന്നെ ചാലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട് ഇവിടെ ജോലി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എക്സ്പെക്ടേഷൻ ആദ്യമായിട്ട് ഒരാൾ വിസിറ്റിൽ വന്നിട്ട് ജോലി നേടുമ്പോൾ ഇവിടെ ബെസ്റ്റ് പ്ലാറ്റ്ഫോം ഏതാ ജോലി നോക്കാനുള്ളത്? കുറേ ഓൺലൈൻ വെബ്സൈറ്റ്സ് ഉണ്ട്, കുറേ ഓഫ്ലൈനിൽ കുറേ ഈ ഇൻഡീഡ് പറയുന്ന ഇങ്ങനത്തെയൊക്കെ കുറേ വെബ്സൈറ്റ്സ് ഉണ്ട്. ഇതിലൊക്കെ ഇമെയിൽസൊക്കെ വരും. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം പറഞ്ഞിട്ട് ഞങ്ങളെ സീനിയേഴ്സൊക്കെ ഉണ്ടാവും, മുമ്പ് വന്ന കുറേ ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ ചോദിക്കണം, രാവിലെ എണിച്ചിട്ട് അതിനൊക്കെ അപ്ലൈ ചെയ്യണം, മസ്റ്റായിട്ട് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഒരു 9-9:30 ആകുമ്പോൾ നമ്മൾ കുറച്ച് ഫീൽഡ് വർക്കൊക്കെ ചെയ്യണം. കുറേ HR ഡിപ്പാർട്ട്മെൻറ്റുള്ള ഭാഗത്തൊക്കെ പോകണം. അവിടെ പോയിട്ട് അവിടെ കുറേ കമ്പനി ആവാൻ ശ്രമിക്കണം, ആൾക്കാർ ഇങ്ങനെ മിങ്കിളാവാനും നോക്കിയിട്ട് സംസാരിക്കാനും. അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾ 100% നിങ്ങൾ ജോബ് വേണം പറഞ്ഞിട്ട് ഈ ഒരു എഫേർട്ട് നിങ്ങൾ ഇട്ടാൽ 100% ആയിട്ട് ജോബ് നിങ്ങൾക്ക് കിട്ടും. ഈസി ആയിരിക്കും. നമുക്ക് മിക്കവാറും നമ്മൾ ഫീൽഡ് വർക്ക് നമ്മൾ സ്ട്രോങ് ആയി ചെയ്താൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ലിങ്ക്ഡിൻ വൺ ഓഫ് ദ ടോപ്പ് പ്ലാറ്റ്ഫോമാണ് നമുക്ക് ജോബ് ഹണ്ടിന് വേണ്ടി. ലിങ്ക്ഡിനിൽ നമുക്ക് കഴിയുന്നതും വലിയ കമ്പനീസിൻ്റെ HR നമ്മൾ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ വലിയ കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യുക, പിന്നെ കമ്പനീസിനെ ഫോളോ ചെയ്യുക. അവർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്ക് അവിടെ നമ്മൾ കയറി അവിടെ കമൻറ്റ് സെക്ഷനിൽ നമ്മളുടെ CV ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ ആരാണ് നമ്മൾക്ക് ആ ജോബ് ഓഫർ അവിടെ ഏത് കമ്പനിയിലെ ഏത് HR ആണ് നമുക്ക് ഡ്രോപ്പ് ചെയ്തത് അവരെ HR ഇമെയിൽ സംഘടിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് ഡയറക്റ്റായി ഇമെയിൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഫീൽഡ് വർക്കൊക്കെ നമ്മൾ ഇതിൽ ചെയ്താൽ നമ്മുടെ ജോബ് ഹണ്ടിങ്ങിനും പിന്നെ ജോബ് നമുക്ക് സെക്യൂർ ചെയ്യാനും കുറച്ച് എളുപ്പമായിരിക്കും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ പല ആൾക്കാർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത് മൊത്തത്തിൽ അങ്ങനെ ആവണമെന്നില്ല. ചില ആൾക്കാർ ഡൂബിസെല്ലിൽ കയറിയായിരിക്കും ജോബ് ട്രൈ ചെയ്തത് അവർക്ക് കിട്ടിയത്, ഇല്ലെങ്കിൽ ഇൻഡീഡിലായിരിക്കും, ഇല്ലെങ്കിൽ ബൈആട്ട്, അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് പറയുന്നത് ഈസിയസ്റ്റ് ലിങ്ക്ഡിൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ സ്ട്രോങ്സ്റ്റ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ അതിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവാന്ന് ആണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ അതേപോലെ എല്ലാവർക്കും എല്ലാവരുടെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ CVനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? CVൻ്റെ എനിക്കറിഞ്ഞത്, എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ അറിഞ്ഞത് വരെ കീവേഡ്സ് ആണ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഏത് ജോബാണ് സെർച്ച് ചെയ്യുക, ആ ജോബിൻ്റെ കീവേഡ്സ് നമ്മൾ CVയിൽ ഇട്ട് കൊടുക്കുക. CV ഇപ്പോൾ എല്ലാവരും എല്ലാ HR ഡിപ്പാർട്ട്മെൻറ്റും ഓട്ടോ ജനറേറ്റ് ആയിട്ടാണ് CV എടുക്കുക, CV പിക്ക് ചെയ്യുക. അല്ലാതെ അവർക്കൊരു ഡേയ്സ് 100,000 CVs റിസീവ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ CV അവർ ഓട്ടോ ജനറേറ്റായി അവർക്ക് വേണ്ടിയ അവർ ചില കീവേഡ്സ് അവിടെ വെച്ചിട്ടുണ്ടാവും. ആ കീവേഡ്സ് വെച്ചാണ് CV ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൽ അവർക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയ കുറച്ച് CVകൾ അവർ കളക്ട് ചെയ്ത് ആൾക്കാരെ വിളിക്കും ഇൻ്റർവ്യൂസ് വിളിച്ച് അതിലും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് കുറച്ച് ആൾക്കാരെ സെക്കൻഡ് ഇൻ്റർവ്യൂ, തേർഡ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞ് ഓരോ റൗണ്ട് കണ്ടിന്യൂസ് ആയി അതിലും ഇംപ്രസീവായി തോന്നുന്ന ആൾക്കാരെയാണ് വലിയ വലിയ കമ്പനീസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അത് കൂടാണ്ട് ഇതിലും എക്സ്പേർട്ട് കൊടുക്കാൻ വെൽ പ്രിപ്പയർഡ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റിന് റിക്വയർമെന്റ് ഉള്ള ജോബിന് ചിലപ്പോൾ ഒരു 100 പേര് ഇന്റർവ്യൂ എടുക്കും. 100% 100 CVs അവർ കളക്ട് ചെയ്യും. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും 50 പേര്, പിന്നെ ഷോർട്ട് ലിസ്റ്റ് ഒരു 20 പേര്, പിന്നെ 10 പേര്, ഫൈനലായിട്ട് ഒരാൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ബെസ്റ്റ് നമ്മളെ ഇൻ്റർവ്യൂവിൽ നല്ല ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്താൽ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ജോബ് കിട്ടും. പിന്നെ CVs ഒക്കെ നമ്മൾ വളരെ റിയാലിറ്റി CV ഉണ്ടാക്കണം. കുറേ ഫേക്ക് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ പോയിട്ട് അവിടെ നിന്ന് അവർ തിരിച്ചയക്കുന്നതിനായിട്ട് ബെറ്ററാണ്
നമുക്ക് അറ്റ്ലീസ്റ്റ് അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനോ. അതെ, സംഭവം എന്ന് വെച്ചാൽ പറഞ്ഞ പോലെ ഈ സി വിസിൽ ഞങ്ങൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുന്നത് അത് അവർ മസ്റ്റായി ചോദിക്കും. നമ്മുടെ സി വിയിൽ എന്തൊക്കെ എക്സ്പീരിയൻസ് ഞങ്ങൾ കൊടുത്തു അതിൽ ഏതെങ്കിലും ഒരു 2-3 ടോപ്പിക്സ് അവർ നമ്മളോട് ചോദിക്കും. ഇതിപ്പോൾ നമ്മളെ എക്സ്പീരിയൻസിനെ കുറിച്ച് അവർ ചോദിക്കും, നിങ്ങൾ എന്താണ് ഈ പ്രീവിയസ് കമ്പനിയിൽ ഈ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു, അപ്പോൾ ഈ എക്സ്പീരിയൻസിനെ കുറിച്ച് കുറച്ച് പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്ത വർക്കാണെങ്കിൽ നമ്മൾ സി വിയിൽ ഇട്ടാണെങ്കിൽ നമുക്കത് ഈസിയായി പറയാൻ പറ്റും. അപ്പോൾ അതേപോലെ സി വി നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ നീ പറഞ്ഞ പോലെ റിയാലിറ്റി അതിൽ ഉണ്ടാവണം. റിയാലിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇൻ്റർവ്യൂവിൽ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഇൻ്റർവ്യൂസിൽ പൊട്ടിയാലാണ് നമുക്ക് തിരിച്ച് വന്ന് ഭയങ്കര ഡിപ്രസ്ഡ് ആവും. പിന്നെ അതേപോലെ നമുക്ക് പിന്നെ ഒരു ഇൻ്റർവ്യൂ ഫേസ് ചെയ്യാനുള്ള ഒരു എനർജി ഉണ്ടാവില്ല, എനർജി ഡൗൺ ആയിരിക്കും. അപ്പോൾ സി വിസ് എപ്പോഴും നിങ്ങൾ ഷോർട്ട് ആൻഡ് സിമ്പിൾ, പിന്നെ അതേപോലെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളത് മാത്രം അതിൽ ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് സി വിസിനെ കുറിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് പറയാനുള്ളത്.